അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കുറച്ച് അധികം ബിസി ആയ കാരണം അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും കൂടെ തന്നെ ഒരു മട്ടൻ ഫ്രൈയും കൂടെ ആക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ചെറിയ പീസസ് മതി കേട്ടോ. എപ്പോഴേ മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ. ആദ്യം തന്നെ ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗാർലിക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം ഞാനിവിടെ പാപ്രിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, മുളക് പൊടി ഞാൻ എക്സ്ട്രാ ചേർത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സ്പൂൺ അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഒറിഗാനോ ഏകദേശം ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അതും ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടൊരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇച്ചിരി കറിവേപ്പില കേട്ടോ, കറിവേപ്പില മല്ലിയിലേക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി കറിവേപ്പില ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സ്പൂണ് തൈരും, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കണം. അപ്പം മിക്സ് ചെയ്തപ്പോഴാണ് എനിക്കിതിലെന്തോ ഒരു കുറവുള്ള പോലെ, ഒരു മൊഞ്ച് കാണാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ടെടുത്തു. ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനിവിടെ എയർ ഫ്രയറിൻ്റെ ഇതുപോലത്തെ 2 തട്ടുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഹോളുള്ളതിലാണ് നമുക്കിത് നിരത്തി വെച്ച് കൊടുക്കേണ്ടത്. ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ഞാനിവിടെ എണ്ണയൊന്നും സ്പ്രെഡ് ആക്കിയിട്ടില്ല കേട്ടോ, മറ്റേ താഴെ വെച്ച് കൊടുക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും അങ്ങനെ പിടിച്ചിട്ടാണ് വയ്ക്കുന്നത്, കാരണം മസാല താഴോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഞാൻ പീസസൊക്കെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒട്ടും ഓയിൽ വേണ്ട, അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എയർ ഫ്രയർ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഒരു 11 മിനിറ്റ് ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം. 11-15 മിനിറ്റൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് ചിക്കൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പം 30-ലാണ് കിടക്കുന്നുണ്ടാവുക. അതിന് നമ്മൾ കുറച്ച് 11-15 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. 11 മിനിറ്റാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടെമ്പറേച്ചർ 200 ഡിഗ്രിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 2 സൈഡും നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. ഇനി എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മട്ടൻ്റെ കബാബ് എന്ന് പറയാം, ഈസി ആയിട്ടുള്ള ഒരു കബാബാണ്. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയൊരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 സ്പൂണ്, 3/4 സ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, എണ്ണ, പിന്നെ ഇതാ ഉപ്പ് ആവശ്യത്തിന്, ഇച്ചിരി തേങ്ങ ചിരവിയത്, പിന്നെ മല്ലിപ്പൊടി 1/4 സ്പൂണ്. നല്ല വെള്ളി വീണുണ്ട് അല്ലേ. ഇനി നമുക്കിതിലോട്ട് ഒനിയൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അല്ലാണ്ട് ചതച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചാട്ട് മസാല കയ്യിലുണ്ടെങ്കിൽ, നിർബന്ധം ഞാൻ പറയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കസൂരി മേത്തി, പിന്നെ ഇതാ മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഉലുവയുടെ ഇല ഡ്രൈ ആക്കിയതാണ് കേട്ടോ. പിന്നെ പുളിക്കനുസരിച്ച് നമ്മൾ ലെമണും കൂടി ഇതുപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ആയിട്ട് നമ്മുടെ പരിപ്പ് വടയുടെ പോലെ ആക്കിയിട്ട് ആദ്യം ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. മട്ടൻ ആയതുകൊണ്ട് ഇച്ചിരി വേവുള്ള സംഭവമല്ലേ. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മസാലയൊക്കെ പോയി കിട്ടുമേ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കംപ്ലീറ്റ് വറ്റിച്ചെടുത്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റിച്ച ശേഷം അതിലോട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇച്ചിരി എണ്ണ, മീനൊക്കെ പൊരിക്കുമ്പോഴുള്ള എണ്ണ ഇല്ലേ, അത്ര മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിൽ എണ്ണ ആക്കിയിട്ട് ഈ ഓരോ പീസും എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ലൊരു മൈൽഡ് മസാലയാണ് കേട്ടോ ഇതിലോട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഓവറല്ലേന്ന്, പക്ഷേ കഴിക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ സംഭവം. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റേ റെസിപ്പിയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.